നമസ്കാരം. ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. മാനാന്തടം ഭജനമഠം റോഡ് നവീകരണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കട്ടപ്പന നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആയുർ ഗ്രീൻ. മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും. അയൽപ്പക്കങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കുന്നതിനും അംഗങ്ങളുടെ ഉല്ലാസത്തിനും വിനോദത്തിനും ക്ഷേമത്തിനുമായി രൂപീകരിച്ച റെസിഡൻസ് അസോസിയേഷനാണ് കട്ടപ്പന നെസ്റ്റ് റെസിഡൻസ് അസോസിയേഷൻ. അസോസിയേഷന്റെ ഉദ്ഘാടനവും മെമ്പർഷിപ്പ് ബുക്കിന്റെയും വീടുകളിൽ പതിപ്പിക്കേണ്ട നെയിം ബോർഡിന്റെ വിതരണോദ്ഘാടനം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നിർവഹിച്ചു. അസോസിയേഷന്റെ അപേക്ഷ പരിഗണിച്ച് മാനന്തടം ഭജനമഠം റോഡ് നവീകരണത്തിനായി 30 ലക്ഷം രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു. ലോക യുനെസ്കോയുടെ പദവി തത്വയും കാണുന്ന അതിരൂക്ഷമായ വിഷയത്തെ നമ്മൾ അഡ്രസ് ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ മൊത്തം യുനെസ്കോയുടെ മുന്നേറാൻ കൂടുതലുള്ളതെന്ന് നമ്മൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യുക. കട്ടപ്പന നഗരസഭയിൽ അതിൻ്റെ ഭാഗമായി നമുക്ക് പദ്ധതി കൊണ്ടുവന്നെത്തിക്കുന്നതിന് വേണ്ടി സമീപകാലത്ത് ഏകദേശം 50 കോടി രൂപയോളം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെയെല്ലാം വീടുകളിലേക്ക് നല്ല ശുദ്ധീകരിക്കുന്നതിനുള്ള പദ്ധതികൾ താമസിക്കാൻ നമുക്ക് നടപ്പിലാക്കാനായിട്ട് സാധിക്കുന്ന സ്ഥിതി പറയുന്ന ഉപഭോക്താക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിലെയും പ്രവർത്തനത്തിലെയും പ്രധാനപ്പെട്ട ഘടകമാണ്. മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും നല്ല വെള്ളം ട്രീറ്റ് ചെയ്ത് വീട്ടിൽ കിട്ടുക. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് നമ്മുടെ ജോലിക്കാരും പകുതി കുറയുകയും അമ്മമാർക്കും അതോടൊപ്പം സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്നവർക്കെല്ലാം വളരെ സഹായകമാകുന്ന ഘട്ടം നമുക്ക് സാധിക്കുന്ന വിചാരിക്കും. ഇതോടൊപ്പം ഞങ്ങൾ സൂചിപ്പിച്ച ഡോക്ടർസ്കൊണ്ട് ക്ലിനിക്കാരുടെ റോഡാണ്. ഞാൻ ഈ ഉദ്ഘാടനം വേണ്ടി നിരസിക്കുന്നത് ചെയ്യണമെന്ന് മാത്രമല്ല, അതിനേക്കാൾ വലിയൊരു സമ്മാനം നൽകണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് വെള്ളയാകുടി മുതൽ കോളേജ് ജംഗ്ഷനിൽ IT വരുന്ന റോഡ് നമ്മുടെ മെയിൻ റോഡ് ചെയ്തതുപോലെ BMTC നിലവാരത്തിൽ ചെയ്യുന്നതിന് ആവശ്യമായ പണം അനുവദിക്കുകയാണെന്നുള്ളത് അതോടൊപ്പം ഡോൺ ബോസ്കോയുടെ ക്ലിനിക്കാർ വരുന്ന റോഡാണ്. അത് നവീകരിച്ച് നല്ല രീതി ചെയ്യുന്നതിന് 30 ലക്ഷം രൂപ അനുവദിക്കാമെന്നുള്ളത് അസോസിയേഷൻസ് രൂപപ്പെടുമ്പോൾ നാടിനും സവിശേഷമായ ഗുണങ്ങളും ലക്ഷ്യങ്ങളൊക്കെ സമീപിക്കാൻ പറ്റും. എനിക്കും അങ്ങനെ കാര്യങ്ങൾ അറിയാനുള്ള നല്ല ഇൻഫോർമേറ്റീവായിട്ടുള്ള സാഹചര്യം രൂപപ്പെടും. ഇതിൻ്റെ ഭാഗമായി എല്ലാവരെയും കൂടി അഭിനന്ദിച്ചുകൊണ്ട് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും അച്ഛനും റെസിഡൻസ് അസോസിയേഷന്റെ പരിധിയിൽ വരുന്ന റോഡുകളുടെ ഇരുവശങ്ങളും പൂച്ചെടി നട്ടുപിടിപ്പിക്കുന്ന ഗാർഡനിംഗ് പ്രോജക്ടിന്റെ ഉദ്ഘാടനം കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി നിർവഹിച്ചു. നെസ്റ്റ് പ്രസിഡന്റ് വിപിൻ വിജയൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡോൺ ബോസ്കോ സെൻട്രൽ സ്കൂൾ മാനേജർ ഫാദർ വർഗീസ് തണ്ണിപ്പാറ മാതാപിതാക്കളും കുട്ടികളും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. കട്ടപ്പന നഗരസഭ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് KJ ബെന്നി, നഗരസഭാ കൗൺസിലർമാരായ ഷാജി കൂത്തോടി, ഷമൈജ് K ജോർജ്, രജിത രമേശ്, നെസ്റ്റ് രക്ഷാധികാരി അബ്ദുൽ സലാം, സുരേന്ദ്രൻ CG, മനോജ് പതാലി, TK കുര്യൻ, ഖജാൻജി ബൈജു VS തുടങ്ങിയവർ സംസാരിച്ചു. നെസ്റ്റ് വൈസ് പ്രസിഡന്റ് രമേശ് തങ്കച്ചൻ, ജോയിന്റ് സെക്രട്ടറി പോൾ മാത്യു, ഇന്റേണൽ ഓഡിറ്റർ ഷിജോ ആന്റണി, അക്കൗണ്ടന്റ് ശിവൻകുട്ടി SK, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോർജ് വർഗീസ്, സന്തോഷ് SK, ഷിബൂസ് കറിയ, കാർത്തികേയൻ വാരത്തുകാലായിൽ, റിനോയ് രാജു, ജെൻസ് കുര്യൻ, ഷിജു PK, മനോജ് സഞ്ജയക്കടവിൽ, ശ്രീജ മോഹൻ, നിഷ ബൈജു, ശ്രീകല ശിവൻകുട്ടി, ശ്രീകല സന്തോഷ്, സുശീല, ആനി ജോബി, ആൻസി, ജെയ്സ് പോൾ, സിന്ധു രഘുനാഥ്, വിനായക് പ്രസാദ്, ദേവാനന്ദ് സിജു, ആൽബിൻ ഷിബു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ് കട്ടപ്പന. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് എടാ ജോൺസാ,
ഇതിന്റെ ഏലക്കാടൊക്കെ എങ്ങനെ? എൻ്റെ അപ്പായിച്ചേട്ടാ എന്തോ നേലക്കാട്, നമ്മുടെ കഷ്ടപ്പാടിനൊത്ത് വിളവൊന്നുമില്ലെന്നേ. വളങ്ങളൊക്കെ മാറി മാറി ചെയ്തു. എവിടെ വിളവ് വേണേ നല്ല വളം വേണം ജോൺസാ, പക്ഷേ അത് മണ്ണിനെ കൊല്ലാതെ വേണം. അതെ അതെ, ഇപ്പോൾ ഉള്ളവർ കെമിക്കലെല്ലാം അടിച്ച് കയറ്റുമല്ലേ. പക്ഷേ അത് ശാശ്വതമല്ല ജോൺസാ. അല്ലേ നീ സാനുമാഷിനോട് ചോദിക്കുക. ഞാൻ ഉപയോഗിക്കുന്നത് ധന്വന്തിരി ആയുർവേദാശ്രമം നിർമ്മിക്കുന്ന ആയുർഗ്രീൻ്റെ ജൈവവളമാണ്. മണ്ണിനെ നോവിക്കാതെ വളം ചെയ്താ മണ്ണ് നമുക്ക് മനസ്സ് നിറയെ വിളവ് തരും. ആയുർഗ്രീൻ ഒന്ന് ഉപയോഗിച്ചു നോക്ക്, ഇതെന്റെ ഉറപ്പാ. അല്ല മാഷേ, ഇത് എവിടെ കിട്ടും? ഹൈറേഞ്ച് എസ്റ്റേറ്റ് എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഉടമസ്ഥതയിലുള്ള പുളിയൻമലയിലെ കർഷകന്റെ കടയിൽ കിട്ടും. ആയുർഗ്രീൻ മണ്ണിനെ അറിഞ്ഞു വളം ചെയ്യൂ, മണ്ണു നമുക്ക് മനം നിറയെ വിളവ് തരും.